നാരായണ 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 രാമ 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 ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവഹ്നിം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം ആഞ്ജനേയമതിപാടലാനാനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ നമോസ്തു രുദ്രേന്ദ്രിയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൾഗണേഭ്യാം. സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമപാദങ്ങൾക്ക് നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരെയും വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 366-മത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. സുന്ദരകാന്ഡം 1-ാമത്തെ സർഗം അത് പാരായണം ചെയ്തിരുന്നു. അതിൻ്റെ പ്രഭാഷണം ഭാഗം, കഥാഭാഗം അല്പം ബാക്കിയുണ്ട്. 3-ാമത്തെ ഭാഗം കഴിഞ്ഞ ദിവസം 144 ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങളുടെ ഏകദേശം ഒരു കഥാഭാഗമാണ് വർണ്ണിച്ചത്. ഇനി 145 മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ആഞ്ജനേയസ്വാമി വളരെ ധീരനായിട്ട് ആ സാഗരത്തെ ലംഘനം ചെയ്തുകൊണ്ട് ആകാശത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ലങ്കയിലേക്ക്. വളരെ ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് മൈനാകം എന്നുള്ള പർവ്വതം ഹനുമാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശിരസിൽ ചവിട്ടി നിന്നോട്ടെ, ഹനുമാൻ കുറച്ചു നേരം വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ച് സാഗരത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഹനുമാൻ അതിന് ആ നിലയ്ക്ക് എടുത്തില്ല എന്ന് പറയണം. തൻ്റെ യാത്രയ്ക്ക് താമസം നേരിടേണ്ട എന്നുള്ള ഭാവത്തിൽ മൈനാകത്തിനെ വളരെ ബഹുമാനത്തോടുകൂടി ബഹുമാനിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമില്ല. എൻ്റെ പ്രഭുവായിട്ട് ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി അതിലേക്ക് തടസ്സം നേരിടാൻ പാടില്ല. ഏതായാലും അതിനെ അങ്ങ് അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈനാകപർവ്വതത്തിനോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് മൈനാകത്തിനും സന്തോഷമായി. ഹനുമാൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ബലിഷ്ഠമായ ബാഹുക്കളെ കൊണ്ട് മൈനാകത്തിനെ തലോടിക്കൊണ്ട് അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പോയി എന്ന് പറയണം. അവിടെ നിന്ന് താമസം ഉണ്ടായില്ല, അവിടെ നിൽക്കാനായിട്ട് തയ്യാറായില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ഹനുമാൻ്റെ ത്വരിതമായിട്ടുള്ള യാത്ര കണ്ടിട്ട് മൈനാകപർവ്വതത്തിനും സന്തോഷമായി, സാഗരത്തിനും അതെ, സമുദ്രത്തിനും തോന്നി വളരെ ബഹുമാനം. ഹൃദയപൂർവ്വം രണ്ടുപേരും ഹനുമാന് ആശീസ്സൊക്കെ നൽകി പൂജിച്ചു.
അങ്ങനെ മഹാസാഗരത്തിൻ്റെ പർവ്വത ശിഖരങ്ങളൊക്കെ വിട്ട് വാനിലേക്ക് ഉയർന്ന കപീശ്വരൻ അങ്ങനെ ആകാശത്തിൽ കൂടി നിർമ്മലമായിട്ട് അമ്പലത്തിൽ കൂടി മൈനാകത്തെ കടാക്ഷിച്ചുകൊണ്ട് അത്യന്ത ദുഷ്കരമായിട്ട് തൻ്റെ പ്രവൃത്തി അത് തുടർന്നു എന്ന് പറയുകയാണ്. ആകാശത്തിൽ കൂടെ യാത്ര. അത് കണ്ടിട്ട് സിദ്ധന്മാരും മുനീശ്വരന്മാരൊക്കെ അവരൊക്കെ വളരെയധികം ദേവന്മാരൊക്കെ ഹനുമാനെ ശ്ലാഘിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്ദ്രനും വളരെ സന്തോഷമായി എന്ന് പറയാം. മൈനാകത്തിൻ്റെ പ്രവൃത്തിയും സന്തോഷമായി. ഇന്ദ്രൻ മൈനാകത്തിനോട് പറഞ്ഞു, അല്ലയോ മൈനാക പർവ്വതമേ, നിൻ്റെ പ്രവൃത്തിയിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായി. ശൂര അഗ്രഗണ്യനായിട്ടുള്ള ഹനുമാന് വലിയ സഹായമല്ല അങ്ങ് ചെയ്തത്. 100 യോജന ചാടുവാൻ തയ്യാറായിട്ടുള്ള ആ ഹനുമാൻ ദാശരഥി രാമൻ്റെ ദൂതനായി പോകുന്ന ആ ഹരീശ്വരനെ സൽക്കരിക്കാൻ നീ അങ്ങ് വഴിക്ക് എനിക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനായിരിക്കുന്നു. അങ്ങനെ ഇന്ദ്രൻ്റെ നല്ല അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ മൈനാകത്തിന് വളരെ സന്തോഷമായി. തൻ്റെ പ്രവൃത്തി ഇന്ദ്രനും ഇഷ്ടമായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മൈനാക പർവ്വതം അല്പനേരം അവിടെ തന്നെ നിന്നുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് പറയണം. ആ മൈനാക പർവ്വതത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഹനുമാൻ യാത്ര തുടർന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി ഹനുമാൻ ചാടിപ്പോകുന്നത് കണ്ടുകൊണ്ടും അദ്ദേഹത്തിന് ആ യാത്രയ്ക്ക് ചില വിഘ്നങ്ങളൊക്കെ വരുത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് അത്യുഗ്രമായുള്ള ദംഷ്ട്രകളൊക്കെ കാണിച്ചുകൊണ്ട് ഘോരരൂപത്തിൽ അതിനെ എങ്ങനെയാണ് ഹനുമാൻ തരണം ചെയ്യുക, ഒരു വിഘ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഘ്നത്തെ തരണം ചെയ്യുക എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ പരീക്ഷയിൽ ഹനുമാൻ വിജയിക്കുമോ അതോ അതിന് അടിമപ്പെടുമോ എന്നറിയാൻ വേണ്ടി ദേവന്മാരൊക്കെ ആഗ്രഹിച്ചു എന്ന് പറയണം. ആ ആകാശത്തിൽ സഞ്ചാരികളായിട്ടുള്ള ദേവന്മാരുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് സുരസ എന്ന് പറഞ്ഞ ദേവി, സുരസാദേവി പുറപ്പെട്ടു എന്ന് പറയണം. അമ്പലത്ത് മാർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സുരസാദേവിയുടെ പ്രത്യേകത നാഗമാതാവാണ് സുരസ. ആ സുരസ പറയാണ്, എൻ്റെ ഭക്ഷണമായിട്ട് ദൈവം അയച്ചു തന്നവനാണ് ഈ ഹനുമാനെ, ഞാൻ അവനെ വിഴുങ്ങുകയും പിളർന്ന വായിലേക്ക് നീ കടന്നേക്കൂ എന്ന് പറയുകയാണ് ഹനുമാനോട്. തൻ്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്ന സുരസാദേവിയെ കണ്ടിട്ട് ഹനുമാനും ആ സുരസാദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് പോലും ഒരു പരിഭ്രമമില്ലാതെ തെളിഞ്ഞ മുഖത്തോടുകൂടി തൊഴുതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു എന്നാണ്. വളരെ വിനയത്തോടുകൂടി സുരസാദേവിയോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ യാത്രയ്ക്ക് പുറപ്പെട്ടത്. ദശരഥ മഹാരാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ശ്രീരാമസ്വാമി ദണ്ഡകാരണത്തിലേക്ക് വരേണ്ടതായിട്ട് വന്നു. കൂടെ അനുജൻ ലക്ഷ്മണനും പത്നി സീതാദേവിയും ഉണ്ടായിരുന്നു. അങ്ങനെ വനത്തിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ രാക്ഷസാധിപനായിട്ടുള്ള രാവണൻ സീതാദേവിയെ അപഹരിക്കുകയുണ്ടായി. ആ സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞയനുസരിച്ച് ഞാനിതാ ലങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ദൂതനാണ് ഞാൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ശ്രീരാമചന്ദ്രസ്വാമിയെ സഹായിക്കാനായിട്ട് തയ്യാറാകണം. ഒരു കാര്യം ചെയ്യാം, നിനക്കെന്നെ ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും സീതാദേവിയുടെയും വർത്തമാനങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രസ്വാമിയെ വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. അങ്ങനെ നിൻ്റെ വക്ത്രത്തിന് ഞാൻ ഇരയായിത്തീരാം എന്ന് സത്യം ചെയ്യണമെന്നൊക്കെ ഹനുമാൻ പറയാണ്. ഞാൻ എൻ്റെ
ലക്ഷ്യം നിറവേറ്റിയതിന് ശേഷം തിരിച്ചു വന്ന് നിന്നെ സമീപിച്ചോളാം എന്ന് പറയുകയാണ് ഹനുമാൻ. പക്ഷേ സിരസാദേവി സമ്മതിച്ചില്ല. നിനക്ക് എന്നെ പിന്നിട്ട് കൊണ്ട് ഈ വഴിയിൽ കൂടെ പോകാൻ സാധിക്കില്ല. കാരണം ഈ വഴിക്ക് പോകുന്ന എല്ലാവരും എൻ്റെ ഭക്ഷണമായി തീരണമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വരം. ബ്രഹ്മാവ് നൽകിയിട്ടുള്ള വരം അതാണെന്ന് പറയാണ്. നാഗമാതാവായിട്ടുള്ള സുരസ പറയാണ്, അല്ലയോ ഹനുമാനെ, വേറെ ഒന്നും നീ ആലോചിക്കേണ്ട, നീ എൻ്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ചോളൂ. ബ്രഹ്മാവ് എനിക്ക് നൽകിയ നിർദ്ദേശമാണത്. ആരായാലും ഈ വഴിക്ക് പോകുന്നവരെല്ലാം ഭക്ഷിച്ചുകൊള്ളാനാണ് ബ്രഹ്മാവിൻ്റെ വിധി. അങ്ങനെ ഹനുമാൻ്റെ മുന്നിൽ വായും പൊളിച്ചുകൊണ്ട് സുരസാദേവി നിന്നു എന്നാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാന് അല്പം ഒരു ചൊടിപ്പ് തോന്നി. എന്നാൽ ശരി, ഞാൻ നിൻ്റെ വായിലേക്ക് കിടക്കാം, നീ എന്നെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ വായ പൊളിച്ചോളാൻ പറഞ്ഞു. മാരുതി തൻ്റെ രൂപമൊന്ന് മാറ്റി 10 യോജന നീളവും 10 യോജന വണ്ണവുമായിട്ട് കോപത്തോടുകൂടി നിന്നു എന്നാണ്. അങ്ങനെ ഹനുമാൻ വലുതായി കണ്ടപ്പോൾ, 10 യോജന വലുതായത് കണ്ടപ്പോൾ സുരസാദേവി 20 യോജന നീളത്തിൽ വായ പിളർന്നു എന്നാണ്. സംദൃഷ്ട്വാ മേഘസങ്കാശം ദശയോജനമായതം ചകാര സുരസാഭ്യാസ്യം 20 യോജനമായതം. 20 യോജന നീളത്തിൽ വലുതായിത്തീർന്നു സുരസാദേവിയുടെ വായ. ഹനുമാൻ്റെ രൂപം 30 യോജനയായിട്ട് വളർത്തി. അപ്പോഴും താമസമുണ്ടായില്ല, സുരസാദേവിയും തൻ്റെ വക്രം 40 യോജന ആക്കാൻ തയ്യാറായി എന്നർത്ഥം. അങ്ങനെ വീണ്ടും ആഞ്ജനേയസ്വാമി തൻ്റെ വലിപ്പം കൂട്ടി 50 യോജനയാക്കി. നാഗമാതാവിന് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല. 60 യോജനയായിത്തീർന്നു വായുടെ വിസ്താരം. ഹനുമാൻ്റെ ദേഹം ഒന്നുകൂടി തടിച്ചു എന്നാണ്. 70 യോജന വണ്ണത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ദേവിയുടെ വായ 80 യോജനയായി. അങ്ങനെ എത്രത്തോളം ഹനുമാൻ ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടിയോ അതിനേക്കാൾ സുരസാദേവിയുടെ വദനം വലുതായി തീർന്നു. അങ്ങനെ 100 യോജന വിശാലമായിട്ടുള്ളൊരു ഗഹ്വരമായി തീർന്നു സുരസാദേവിയുടെ ആ വായ എന്ന് പറയാണ്. അപ്പോൾ ബുദ്ധിമാനാണല്ലോ ഹനുമാൻ വിചാരിച്ചു തൻ്റെ ശരീരം ഒന്ന് പെട്ടെന്ന് ചെറുതാക്കാം, എന്നിട്ട് സുരസാദേവിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം. പെട്ടെന്ന് തൻ്റെ വലിപ്പം കൂടെ കുറച്ചു. പെരുവിരൽ വലുപ്പത്തിലെ ദേഹം ചെറുതാക്കി മിന്നൽ പിണര് പോലെ സുരസയുടെ വായിലേക്ക് കടന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്തു. അപ്പോൾ വായിലേക്ക് കടന്നു എന്ന് വരുത്തി പുറത്തേക്ക് അപകടം പറ്റാതെ പുറത്തേക്ക് ചാടുകയും ചെയ്തു. മഹാത്മാവായിട്ടുള്ള മാരുതി അമ്പലതലത്തിലേക്ക് ഉയർന്നുകൊണ്ട് കൈ തൊഴുതുകൊണ്ട് പറയാണ്, അമ്മേ, ഞാനിതാ അമ്മയുടെ തൃപ്പാദങ്ങൾ നമസ്കരിക്കണു. അവിടുത്തെ വദനത്തിലേക്ക്, അവിടുത്തെ ഉദരത്തിലേക്ക് ഞാനിതാ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടത്തേക്ക് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള വരം ഇതാ സത്യമായി തീർന്നിരിക്കുന്നു. അടിയൻ അമ്മയുടെ ഉദരത്തിലേക്ക് കടക്കുകയും ചെയ്തു, അമ്മയുടെ ഭക്ഷണമായി തീർന്നു. പക്ഷേ അതേസമയം അപകടമൊന്നുമില്ലാതെ പുറത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഞാനിതാ സീതാദേവിയുടെ സമീപത്തേക്ക് പോവുകയാണ്, അനുഗ്രഹിക്കണേ എന്നൊക്കെ വളരെ വിനീതനായിട്ട് ഹനുമാൻ ആവശ്യപ്പെട്ടാണ് സുരസാദേവിയോട്. പ്രവിഷ്ടോസ്മി ഹീതേ വക്രം ദാക്ഷായണി നമോസ്തുതേ നിമിഷേ യത്ര വൈദേഹി സത്യശാസീത് വരസ്വവാം തം ദൃഷ്ട്വാ വദനാൻമുക്തം ചന്ദ്രം രാഹുമുഖാദിവാം അബ്രവീൽ സുരസാദേവി സ്വേനരൂപേണ വാനരം. അങ്ങനെ ആ ഹനുമാൻ്റെ പ്രവൃത്തി കണ്ടിട്ട് സുരസാദേവിക്ക് അത് സന്തോഷമായി. എപ്രകാരമാണോ ഈ രാഹുവിൽ നിന്ന് മോചനം നേടിയിട്ട് ചന്ദ്രൻ പുറത്തേക്ക് വരുന്നത്, അതേപോലെ ഹനുമാൻ സുരസായുടെ ഉദരത്തിൽ പ്രവേശിച്ച് അപകടമില്ലാതെ പുറത്തേക്ക് വന്നപ്പോൾ സ്വന്തം ദിവ്യരൂപത്തിൽ നിൽക്കുന്ന സുരസാദേവി സന്തോഷത്തോടുകൂടി പറയുകയാണ്, അല്ലയോ മകനെ ഹനുമാനെ, പോയി വരൂ, നീ രാമഭക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ ശാന്തമായിട്ടുള്ള പ്രകൃതി നിന്നെ രക്ഷിക്കട്ടെ, നീ ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ എന്നാണ് സീതാദേവിയെ മഹാനുഭാവനായിട്ടുള്ള ശ്രീരാമനോടുകൂടി
ചേർക്കാനായിട്ട് നിനക്ക് ആകട്ടെ എന്ന് സുരസാദേവി അനുഗ്രഹിച്ചു ഹനുമാനെ. അങ്ങനെ അഭൂതപൂർവമായിട്ടുള്ള ആ പ്രവൃത്തി കണ്ടപ്പോൾ ദേവന്മാരും മുനീശ്വരന്മാരൊക്കെ അവർക്ക് സന്തോഷിച്ചു. വളരെ നന്നായി ഹനുമാനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. അങ്ങനെ ആ വിഘ്നത്തെ വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്തു ഹനുമാൻ. യാത്ര തുടർന്നു എന്നർത്ഥം. അങ്ങനെ വരുണാലയത്തിൻ്റെ മുകളിൽ കൂടി ഹനുമാൻ അതിവേഗത്തിൽ ഗരുഡൻ്റെ വേഗത്തിൽ യാത്ര തുടർന്നു എന്ന് പറയാണ്. ജഗാമ ആകാശമാവിശ്യ വേഗേന ഗരുഡോപമാ. ഗരുഡൻ യാത്ര ചെയ്യുന്ന അത്ര സ്പീഡിൽ, അത്ര വേഗതയിൽ. സേവിതേ വാരിധാരാഭി പതകൈശ്ച നിഷേപിതേ. ആ വരുണൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കൂടെ ഗരുഡവേഗത്തിൽ യാത്ര തുടർന്നു മാരുതി. ഐരാവതമെന്ന നാൽക്കൊമ്പനാന വിഹരിക്കുന്ന ബൃഹസ്പതി ഭഗവാനൊക്കെ അധിവസിക്കുന്ന വളരെയധികം അപ്രമേയമായിട്ട് സുഹൃതന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന, ധാരാളം ഹവിസ്സുകൾ സ്വീകരിച്ച അഗ്നിഭഗവാൻ പ്രോജ്വലിക്കുന്ന, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രൻ സൂര്യൻ എന്നിവകളാൽ വെട്ടിത്തിളങ്ങുന്ന ആ വിധാതാവിൻ്റെ അനുഗ്രഹമുള്ള നഭോമണ്ഡലത്തെത്തിയ ഹനുമാൻ ഗരുഡനെ പോലെ, ചിറകുള്ള മാമലകളെപ്പോലെ വാനിടത്തിൽ അങ്ങനെ വളരെ വേഗത്തിൽ പോകാൻ തുടങ്ങിയ നല്ല വരുണാലയത്തിൻ്റെ മഹത്വം വർണ്ണിക്കുകയാണ് ഇവിടെ. വരുണാലയം അദൃശ്യമാണ് എന്ന് പറയുകയാണ്. മാരുതിക്ക് അതുകൊണ്ട് യാതൊരു വിഘ്നം ഉണ്ടായില്ല. വളരെ വേഗത്തിൽ വരുണാലയത്തിൻ്റെ മുകളിൽ കൂടി യാത്ര തുടർന്നു. നാനാ പക്ഷിവൃന്ദങ്ങൾ പറക്കുന്ന ആ ഭാഗം, വരുണാലയത്തിൻ്റെ ഉപരിഭാഗം, ഐരാവതമെന്ന നാൽക്കൊമ്പനാന വിഹരിക്കുന്ന ആ ഭാഗം, ബൃഹസ്പതി മുതലായവരൊക്കെ താമസിക്കുന്ന വലിയ വലിയ മൃഗങ്ങളൊക്കെ, ദേവവാഹനങ്ങൾ, സിംഹം, പുലി, ആന മുതലായിട്ടുള്ള, സർപ്പം മുതലായിട്ടുള്ള ദേവവാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സുഹൃതികളായിട്ടുള്ള ദേവന്മാർ വസിക്കുന്ന ആ ഭാഗം, വരുണാലയത്തിൻ്റെ ഒരു ഉപരിഭാഗം, ഗ്രഹങ്ങളെല്ലാം നക്ഷത്രങ്ങളാലും ചന്ദ്രൻ സൂര്യൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങളാലൊക്കെ വെട്ടിത്തിളങ്ങുന്ന നിർമ്മലവും വിശാലവുമായിട്ടുള്ള ആ സ്ഥലം, വായുദേവനൊക്കെ വളരെ സദാ സഞ്ചരിക്കുന്ന ആ സ്ഥലം, ആ മണ്ഡലത്തിൽ കൂടിയാണ് ഹനുമാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന ഹനുമാൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ പോലെ വാനിടത്തിൽ കൂടി വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി എന്നെല്ലാം വർണ്ണിക്കുന്നു. ജഗാമ ആകാശമാവിശ്യ വേഗേന ഗരുഡോപമാ സേവിതേ വാരിധാരാഭി പതകൈശ്ച നിഷേപിതേ ചരിതേ കൈശികാചാര്യൈർ ഐരാവത നിഷേപിതേ സിംഹകുഞ്ചര ശാർദൂല പതകോരകവാഹനൈ. ആ വരുണാലയത്തിൻ്റെ മഹത്വങ്ങളെല്ലാം വർണ്ണിക്കുകയാണ്. പ്രദർശ്യമാന സർവത്ര ഹനുമാൻ മാരുതാത്മജാം ഭേജേമ്പരം നിരാലംബം ലംബപക്ഷ ഇവാതിരാണ്. അങ്ങനെ നിരാലംബനായിട്ട് ഹനുമാൻ, മാരുതാത്മജനായിട്ട് ഹനുമാൻ ആ അതിരിയുടെ മുകളിൽ കൂടെ, സാഗരത്തിൻ്റെ മുകളിൽ കൂടി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് സിംഹിക നാമ രാക്ഷസി, ആ രാക്ഷസിയെ കാണാനായിട്ട് ഇടവന്നു. സിംഹിക കാമരൂപിണിയാണ്, അതിഭയങ്കരമായിട്ട് രൂപമുള്ളവളാണ് സിംഹിക, ഘോരരൂപിണിയാണെന്നർത്ഥം. ആ സിംഹിക അവളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സിംഹിക ഹനുമാൻ വരുന്നത് കണ്ടു.
അപ്പോൾ വിചാരിക്കുകയാണ്, സിംഹിക വിചാരിക്കുകയാണ്, അനേക ദിവസമായിട്ട് ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഒന്നാന്തരം ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിക്കും. അത്യധികം ഭീമസ്വരൂപന്മാർക്ക് ഉള്ള ആ രൂപത്തിലുള്ള ഒരു ജന്തു എൻ്റെ അടുത്തേക്ക് വരുന്നു. വലിയ രൂപത്തിലുള്ള ഒരു ഭീമസ്വരൂപമായിട്ടുള്ള ഒരു ജന്തു എൻ്റെ അടുത്തേക്ക് വരുന്നു. എനിക്കതിനെ ഇപ്പോൾ കഴിക്കാം, ഭക്ഷണം കഴിക്കാം എന്നെല്ലാം ചിന്തിക്കുകയാണ് സിംഹിക. പ്രവമാനം തുതം ദൃഷ്ട്വാ സിംഹിക നാമ രാക്ഷസി മനസാ ചിന്തയാമാസ പ്രവൃത്ത കാമരൂപിണി. കാമരൂപിണിയായിട്ടുള്ള ആ സിംഹിക മനസ്സിൽ ചിന്തിച്ചതാണ്, അദ്യദീർഘസ്യ കാലസ്യ കുറേ കാലമായിട്ട് ഭവിഷ്യാമി അഹം അശ്വിത, ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ എനിക്ക് ഇതാ ഒരു സാധ്യത ഉണ്ടായിരിക്കണം. ഇതം ഹിമേ മഹൽസത്വം ചിരസ്യ വശമാഗതം, വലിയൊരു മഹാസത്വം ഇതാ വരുന്നു, അതിനെ എനിക്ക് ഭക്ഷിക്കാം എന്ന് ചിന്തിച്ചു എന്നാണ് സിംഹിക എന്നുള്ള രാക്ഷസി. ആ ഭയങ്കര രാക്ഷസി നിഴൽ പിടിച്ച് വലിക്കാൻ കഴിവുള്ളവളാണ് അത്രേ. നിഴലിനെ പിടിച്ച് വലിച്ച് ആ ഭക്ഷണവസ്തുവിനെ സാപ്പിടാൻ കഴിവുള്ളവളാണ്. അപ്പോൾ ഹനുമാൻ്റെ നിഴൽ കണ്ടിട്ട് ആ നിഴൽ പിടിച്ച് വലിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഹനുമാൻ ചിന്തിക്കുന്നത്, എന്തോ ഒരു വിഘ്നമുണ്ടല്ലോ തൻ്റെ യാത്രയ്ക്ക്, ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരു തോന്നൽ, തൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ആരോ പിന്നോക്കം വലിക്കുന്ന പോലെ ഒരു തോന്നൽ. ഞാൻ കാൽമുടന്തനെ പോലെയായല്ലോ, എൻ്റെ ഗതിവേഗം കുറയുന്നുവല്ലോ, കൊടുങ്കാറ്റ് തിരിച്ചടിക്കുന്ന പോലെ എൻ്റെ ഗതിയെ തടസ്സം സൃഷ്ടിക്കുന്നുവല്ലോ, എന്താണ് അതിന് കാരണം എന്നെല്ലാം ചിന്തിക്കുകയാണ് ഹനുമാൻ. സമാക്ഷിപ്തോസ്മി സഹസ പങ്കൂകൃത പരാക്രമ പ്രതിലോമേന വാതേന മഹാനൗ ഇവ സാഗരേ തിരികുർധ്വ മഥസ്യൈവ വീക്ഷമാണസ്തതകപി ദദശ്ച മഹൽ തത്വമുത്ഥിതം ലവണാംഭസാം. ഇതിനെന്താണ് കാരണം എന്നാണ്, ഈ കൊടുങ്കാറ്റ് പോലെ ഉള്ള യാത്രയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ശക്തി തന്നെ പിടിച്ചു വലിക്കുന്ന പോലെ, അതിനെന്താണ് കാരണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ പല സ്ഥലത്തും നോക്കി, തൻ്റെ തീക്ഷ്ണമായിട്ടുള്ള നേത്രങ്ങളെ കൊണ്ട് താഴത്തേക്ക് മുകളിലേക്കൊക്കെ ശ്രദ്ധിച്ചു നോക്കി എന്നർത്ഥം. അപ്പോഴാണ് ഒരു വല്ലാത്ത ഒരു സത്വം ആ സാഗരത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ഹനുമാൻ കണ്ടത്. അപ്പോഴാണ് ഹനുമാൻ ഓർമ്മ വന്നത്, ഓ ശരി, സുഗ്രീവൻ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഒരു രാക്ഷസിയുണ്ട് അവിടെ, ആ ഭാഗത്ത് അത്ഭുത ജന്തുവാണ്, സിംഹിക എന്നാണ് അതിൻ്റെ പേര്. അത് തീർച്ചയായിട്ടും ഛായാഗ്രാഹിയാണ്. ഛായാഗ്രാഹി മഹാവീര്യം തജിതം ന അത്ര സംശയം. ഛായാഗ്രാഹിയായിട്ടുള്ള മഹാവീരിയായിട്ടുള്ള സിംഹികയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. കാരണം സദാം ബുദ്ധ്വാർത്ഥ തത്വേന സിംഹികാം മതിമാൻ കപി, വാനര രാജാവായിട്ടുള്ള സുഗ്രീവൻ പറയേണ്ടായിട്ടുണ്ട് ഇതിനെപ്പറ്റി. ആ സിംഹികയുടെ സ്വഭാവം, നിഴൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഭക്ഷണത്തെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹനുമാൻ എന്ത് ചെയ്തു, തൻ്റെ ശരീരം വലുതാക്കി. അത് കണ്ടപ്പോൾ സിംഹിക രാക്ഷസി വായ പൊളിച്ചുകൊണ്ട് ഇടിനാദം പോലെ അലറിക്കൊണ്ട് ഹനുമാൻ്റെ അടുത്തേക്ക് എത്തിയതാണ്. വായ പൊളിച്ചുകൊണ്ട് ദേഹത്തിൻ്റെ വലിപ്പവും ഒക്കെ വലുതാക്കിക്കൊണ്ട് നിൽക്കുന്ന സിംഹികയെ ബുദ്ധിമാനായിട്ടുള്ള ഹനുമാൻ വ്യക്തമായി മനസ്സിലാക്കി. അതിബലവാനായിട്ടുള്ള മാരുതി എന്ത് ചെയ്തു, ദേഹം പെട്ടെന്നാണ് ചെറുതാക്കി അവളുടെ വായിലേക്ക് ചാടി എന്ന് പറയാണ്. അങ്ങനെ സിംഹിക ഹനുമാനെ വിഴുങ്ങുന്നത് അവിടെയുള്ള സിദ്ധന്മാരും ചാരണന്മാരൊക്കെ നോക്കി കണ്ടു എന്ന് പറയാണ്. അപ്പോൾ അവർ വിചാരിച്ചു, ഹനുമാൻ ഇതാ സിംഹികയുടെ വായിൽ പെട്ട് കഴിഞ്ഞു, ഹനുമാൻ്റെ അവസാനമായോ എന്നൊക്കെ അവർ സംശയിച്ചു. ആസ്യേതസ്യ നിമജ്ജന്തം ദർശുച്ഛിദ്ധധാരണ ഗ്രസ്യമാനം യഥാചന്ദ്രം പൂർണ്ണം പർവണി രാഹുണ. അങ്ങനെ ആ ഘോര രാക്ഷസിയുടെ ഉദരത്തിലെത്തിയ മനോവേഗതയുള്ള ഹനുമാൻ നഖങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ആ രാക്ഷസിയുടെ മർമ്മങ്ങളൊക്കെ പിളർന്ന് പൂർവാധികം ശക്തിയിൽ മേൽപോട്ട് ചാടി എന്ന് പറയുന്നത്. ഉദരത്തിൽ ചെന്ന് അവിടുന്ന്
തൻ്റെ നഖങ്ങളെ കൊണ്ട് ആ രാക്ഷസിയുടെ ശരീരമൊക്കെ മാന്തി പൊളിച്ച് പുറത്തേക്ക് കടന്നു. വളരെ ശക്തിയിൽ മേൽപോട്ട് ചാടിയെന്നാണ്. ആ ശക്തിയുടെ ബലം കൊണ്ട് ആ രാക്ഷസി സമുദ്രാന്തർഭാഗത്തേക്ക് വീണുപോയി, സമുദ്രത്തിലേക്ക് വീണുപോയി, സമുദ്രത്തിലേക്ക് താണുപോയി എന്നർത്ഥം. അങ്ങനെ ഹനുമാൻ തൻ്റെ പൂർവ്വരൂപം സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ സിംഹികയെ വളരെ നിഷ്പ്രയാസം നിഗ്രഹിച്ചു ഹനുമാൻ. ഏതായാലും സിംഹികാനിധനം എന്നുള്ളത് ഹനുമാനെ കൊണ്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ദേവന്മാർ ചിന്തിച്ചു. അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അല്ലയോ ഹനുമാൻ, ദുസ്സാഹസമായിട്ടുള്ള കർമ്മമാണ് അങ്ങ് ചെയ്തത്. ഈ ഭയങ്കര സിംഹികയെ, ഇത്ര വലിയ ജന്തുവിനെ അങ്ങ് നിഗ്രഹിച്ചുവല്ലോ. അങ്ങക്ക് വളരെ എളുപ്പം അത് ചെയ്യാനും സാധിച്ചു. ഏതായാലും അങ്ങയുടെ ലക്ഷ്യം ശുഭമായിട്ട് സാധിക്കട്ടെ, ലക്ഷ്യപ്രാപ്തി സാധിക്കട്ടെ. അങ്ങയെ സംബന്ധിച്ച് അങ്ങയുടെ ധൈര്യവും നോട്ടവും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ എല്ലാം ചേർന്നവനാണ് അങ്ങ്. അതുകൊണ്ട് ഒരിക്കലും സ്വന്തം കൃത്യങ്ങൾ ചെയ്യുന്നതിൽ അങ്ങ് തളരുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ്. എപ്പോഴും അതാണ് വേണ്ടത്ര. ഒരു ധീരനായിട്ടുള്ള ഒരു പുരുഷന് വേണ്ട ഗുണങ്ങളാണ് സ്മൃതി, ധൃതി, മതി, ദാക്ഷ്യം. ഇത് നാലും വേണമെന്നാണ് പറയാം. സ്മൃതി, നല്ല ധൈര്യം ഉണ്ടാകണം. ധൃതി, നല്ല നോട്ടം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് വേണം കാര്യങ്ങളെ നിറവേറ്റാൻ. മതി, നല്ല ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ ചിന്തിക്കണം. പിന്നെ ദാക്ഷ്യം, സാമർഥ്യം ഉണ്ടാകണം. കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ കൃത്യങ്ങളിൽ, ധീരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. യസ്യ ത്വേതാനി ചത്വാരി വാനരേന്ദ്ര യഥാതവ. ഇതെല്ലാം ഒത്തുചേർന്നവനാണ് അല്ലയോ വാനരേന്ദ്രനായിട്ടുള്ള ഹനുമാനെ അങ്ങ്. സ്മൃതിർ ധൃതിർ മതിർ ദാക്ഷ്യം. സ്മൃതി, ധൃതി, മതി, ദാക്ഷ്യം. സകർമ്മസു സീതതി സദൈ സംഭാവിത പൂജി പ്രതിപന്നപ്രയോജന ജഗാം ആകാശമാവിശ്യ പന്നകാശനവൽക്കപി. അപ്പം അങ്ങനെ ബഹുമാനിച്ചവനായി സംപൂജ്യനായിട്ടുള്ള ആ വാനരോത്തമൻ ആകാശതലത്തിലേക്ക് ഗരുഡനെ പോലെ യാത്ര തുടർന്നു എന്ന് പറയുകയാണ്. ഇവരുടെയൊക്കെ അനുഗ്രഹം നേടി, സുരന്മാരുടെ ആകാശസഞ്ചാരികളുടെയൊക്കെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. സിംഹികയെ നിഗ്രഹിച്ചതിന് ശേഷം മഹാസമുദ്രത്തിൻ്റെ ഏകദേശം 3/4 ഭാഗമായിത്തീർന്നായിരിക്കുന്നു. അപ്പോൾ 100 യോജനയാണല്ലോ വേണ്ടത്. ഏകദേശം 75 യോജന ദൂരം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന ഹനുമാൻ അങ്ങനെ അകലെ നിൽക്കുന്ന ലങ്ക, ആരണ്യമായിട്ടുള്ള ലങ്ക, മഹാരണ്യങ്ങളോട് കൂടിയിട്ടുള്ള ദ്വീപ് കണ്ടു എന്ന് പറയാണ്. പറന്നുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ പലവിധ വൃക്ഷങ്ങളും മലകളും ആരാമങ്ങളും ഒക്കെ കാണാനായിട്ട് തുടങ്ങി അങ്ങകലെ. അതുപോലെ തന്നെ കടൽ തീരങ്ങൾ, അവിടെയുള്ള മരങ്ങളുടെ കൂട്ടങ്ങൾ, നദികളൊക്കെ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഹനുമാൻ്റെ ദൃഷ്ടിയിൽ പെട്ടു. ലങ്കയിലെ ഓരോരോ കാഴ്ചകൾ അവിടുന്ന് അകലെ നിന്ന് തന്നെ കാണാൻ തുടങ്ങിയെന്നർത്ഥം. സാഗരം സാഗരാനുരൂപം, സാഗരം സാഗരാനൂപം, സാഗരാനുപജാൻദ്രുമാൻ, സാഗരസ്യ ച പത്നീനാം മുഖാന്യപി വിലോകയൻ. ഓരോരോ വസ്തുക്കളായിട്ട് സാഗരത്തിൻ്റെ തീരത്തിൽ കാണുന്ന വസ്തുക്കൾ എല്ലാം കണ്ടു തുടങ്ങി. അങ്ങനെ ബുദ്ധിമാനായിട്ടുള്ള മാരുതി അങ്ങനെ നോക്കിക്കൊണ്ട് ആ ലങ്കാനഗരത്തിൻ്റെ കാഴ്ചകളെ നോക്കിക്കൊണ്ട് തൻ്റെ ശരീരത്തെയും നോക്കിക്കൊണ്ട് വേഗതയോടുകൂടി യാത്ര ചെയ്യുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിക്കുകയാണ്. ഇങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ അസുരന്മാർ ഒരുപക്ഷെ എന്നെ പെട്ടെന്ന് മനസ്സിലാക്കും. രാക്ഷസന്മാരാണല്ലോ ലങ്കയിൽ. അവർ ഒരുപക്ഷെ എന്നെ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഈ വലിയ ദേഹം കണ്ടാൽ, എൻ്റെ ഈ മല പോലെയുള്ള ശരീരം, അത് ഞാൻ ചുരുക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം സാധാരണ യോഗീശ്വരന്മാരെ പോലെ തൻ്റെ ശരീരങ്ങൾ ചുരുക്കി 3 ലോകങ്ങളും 3 അടി കൊണ്ട് അളക്കുവാൻ വാമനമൂർത്തി വളർന്ന്
മഹാബലിയുടെ ഗർഭം അടക്കിയ പോലെ അടക്കാൻ വേണ്ടി അടക്കിയിട്ട് തൻ്റെ ശരീരം ചുരുക്കിയതുപോലെ ഹനുമാനും തൻ്റെ രൂപം പൂർവ്വരൂപത്തിലാക്കി എന്ന് പറയുകയാണ്. അങ്ങനെ പല വിധത്തിലുള്ള സുന്ദര രൂപങ്ങളൊക്കെ മാറി മാറി എടുത്തുകൊണ്ടാണ് ഹനുമാൻ, അജയ്യനായിട്ടുള്ള ഹനുമാൻ കടൽക്കരയിലേക്ക് സ്വന്തം രൂപത്തിൽ ഇറങ്ങുവാൻ അവസാനം തീരുമാനിച്ചത്. അപ്പോൾ കാര്യസിദ്ധിക്ക് ഇതാണ് നല്ലതെന്ന് ഹനുമാന് തോന്നി എന്ന് പറയാണ്. അവനവന് കിട്ടിയിട്ടുള്ള ആ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് അണിമ, ഗരിമ, മഹിമ ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ഉടമയാണ് ഹനുമാൻ. തൻ്റെ കഴിവുകൾ വേണ്ടതിൽ പ്രയോഗിച്ചുകൊണ്ട് കാര്യം നടക്കാൻ വേണ്ടി ഏതെല്ലാം രൂപം സ്വീകരിക്കണമോ അതാത് സമയത്ത് അതാത് രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ സാഗരം തരണം ചെയ്യാൻ ഹനുമാന് സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള നേട്ടം. തതശരീരം സംക്ഷിപ്യ തന്മഹീധര സന്നിഭം പുനഃപ്രകൃതിമാപേതേ വീതമോഹ ഇവാത്മവാൻ. തദ്രൂപം അതിസംക്ഷിപ്യ ഹനുമാൻ പ്രകൃതൗ സ്ഥിതാം സ്ത്രീൻ ക്രമാനിവ വിക്രമ്യ ബലിവീര്യ ഹരോഹരി. സമയത്തിനനുസരിച്ച് ഓരോ അവസരത്തിനനുസരിച്ച് ശരീരം കൂട്ടുവാനും കുറയ്ക്കുവാനും ശരീരത്തിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവസാനം ലങ്കയിൽ ഇറങ്ങാറായപ്പോഴേക്കും സ്വന്തം രൂപത്തിൽ ഇറങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ്. അതാണ് തൻ്റെ കാര്യസാധ്യക്ക് നല്ലതെന്ന് തീരുമാനിച്ചു. തൻ്റെ വലിയ രൂപം കണ്ടാൽ ഒരുപക്ഷെ അവിടെയുള്ള രാക്ഷസന്മാരെ സംശയിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മഹാത്മാവ് ഉത്തമമായൊരു അത്ഭുത തേജപുഞ്ചമായിട്ട് മാറി എന്ന് പറയണം. തേജസ്സിൻ്റെ ഒരു പുഞ്ചം, ഒരു കൂട്ടം ആയിട്ട് മാറി. അതിൽ ധാരാളം പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം പോലെ ആയിത്തീർന്നു സ്വയം. അങ്ങനെയുള്ള ഒരു പൂക്കൈതമായിട്ടുള്ള ഒരു പുഞ്ചത്തിലേക്ക്, അത്ഭുത തേജ പുഞ്ചത്തിലേക്ക്, ആ പുഞ്ചമായിട്ടാണ് മാറി സ്വയം. ആ പുഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല പൂക്കൾ നിറഞ്ഞ കേതകം, നെറുവരിയും, കേരം തുടങ്ങിയിട്ടുള്ള അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശൈലശിഖരത്തിലേക്ക് ഇറങ്ങി എന്ന് പറയാണ്. അങ്ങനെ ആ സാഗരത്തിൻ്റെ മധ്യത്തിൽ ശ്രേഷ്ഠമായ ശൈലത്തിൽ വിരാജിക്കുന്ന ലങ്കാനഗരി കണ്ടു ഹനുമാൻ. താൻ ചെറിയ രൂപം സ്വീകരിച്ചുകൊണ്ട് മൃഗപക്ഷി കൂട്ടങ്ങളൊക്കെ നടുങ്ങത്തക്ക വിധത്തിൽ ആ അദ്രിശൃംഗത്തിൽ ഇറങ്ങി എന്ന് പറയാം. തൻ്റെ ശരീരം തന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ മൃഗങ്ങളും പക്ഷികളൊക്കെ പേടിക്കും എന്നറിയാം. അത് കണ്ടുകൊണ്ട് ആ ലങ്കാനഗരിയിൽ, ലങ്കാരാജ്യത്ത് ഇറങ്ങി. അങ്ങനെ അചിന്ത്യമായ ബലത്തോടുകൂടി ഹനുമാൻ അസുരേന്ദ്രൻ താമസിക്കുന്ന ലങ്കയെ സ്പഷ്ടമായി കണ്ടു എന്ന് പറയാണ്. രാവണൻ താമസിക്കുന്ന ലങ്കാനഗരത്തെ അവിടെ നിന്നുകൊണ്ടൊന്ന് നോക്കി കാണേണ്ടായത്. സാഗരമാണെങ്കിൽ വലുതായിട്ട് തരംഗങ്ങളാൽ ശോഭിക്കുന്നു. ദാനവന്മാർ, ഉരകങ്ങൾ ധാരാളം താമസിക്കുന്നു. അവയൊക്കെ കണ്ടുകൊണ്ട് ഭയജനകമായിട്ടുള്ള ആ സാഗരത്തെ തൻ്റെ അചിന്ത്യമായിട്ടുള്ള ബലം കൊണ്ട് കീഴടക്കിക്കൊണ്ട് ഹനുമാൻ ഇന്ദ്രനഗരിയിൽ വിരാജിക്കുന്ന ഇന്ദ്രനെ പോലെ അസുരേന്ദ്രൻ്റെ അധിവാസ സ്ഥാനമായിട്ടുള്ള ലങ്കയെ സ്പഷ്ടമായി കണ്ടു എന്നെല്ലാം വളരെ വിശേഷപൂർവ്വം വർണ്ണിക്കുന്നു ഇവിടെ. സ്വസാഗരം ദാനവ പന്നകായുധം ബലേന വിക്രമ്യ മഹോർമിമാലിനം നിപത്യതീരേ നമഹോ ദധേസ്തദാം ദദർശലങ്കാം അമരാവതിമിവ. ലങ്കയെ നോക്കിക്കാണാണ്. അമരാവതി പോലെ, ദേവേന്ദ്രൻ്റെ ദേവലോകം പോലെ മഹത്തായിട്ടുള്ള എന്ന് പറയാവുന്ന ലങ്കാനഗരം, വളരെയധികം വിശേഷമായിട്ടുള്ള ലങ്കാനഗരം അങ്ങനെ എത്തി. അവിടെ എത്തി കാലുവെച്ചതിന് ശേഷം ഹനുമാൻ അങ്ങ് നാലുപാട് നോക്കി എന്ന് പറയുകയാണ്. ഇനി ലങ്കയിൽ എത്തിക്കഴിഞ്ഞ ഹനുമാൻ ആ ലങ്കയുടെ വർണ്ണനയൊക്കെയാണ് വർണ്ണിക്കുന്നത്. അടുത്ത സർഗത്തിൽ ഹനുമാൻ്റെ ചിന്തകളൊക്കെ വർണ്ണിക്കുന്നു. ലങ്കാനഗരിയുടെ മനോഹാരിത വർണ്ണിക്കുന്നു. ഇതെല്ലാം നമുക്ക് അടുത്ത സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ പറയുമ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാം.
ഇപ്പോൾ എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കണം. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ